ഞങ്ങൾ റോമ കത്തോലിക്കല. അപ്പം ഞങ്ങൾ വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ മാതാവിൻ്റെ, അതായത് ഫാത്തിമ വന്ന് 100-300ഓളം സാധനങ്ങൾ നമ്മൾക്ക് സന്ദേശം നൽകിയിട്ടുണ്ട് നമുക്ക്. അപ്പം ഇവിടെ നമ്മൾ ഫാത്തിമ മാതാവിൻ്റെ സന്ദേശമാണ് കൂടുതൽ നമ്മൾക്ക് അറിയാവുന്നത്. അതായത് ലൂസി ജെസിന്ത ഫ്രാൻസിൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ ഇത് അവസാന നൂറ്റാണ്ടാണ്, അവസാന തലമുറയാണ്. ഈ ഒരു കാര്യം ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ കാണണം സമയത്തെക്കുറിച്ച്, അല്ലേ? നിങ്ങളുടെ സ്ഥലം എവിടെയായിരുന്നു? തൃശ്ശൂർ കല്ലറ്റിങ്ങ. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭാപ്രസംഗത്തിനകത്ത് പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട്. സഭാപ്രസംഗം 3-ാം അധ്യായത്തിൽ നടാനൊരു സമയം, മുളയ്ക്കാനൊരു സമയം, കഴിക്കാനൊരു സമയം, കാലഘടനപ്പെടാനൊരു സമയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എഴുതപ്പെട്ട വചനങ്ങൾ നിറവേറപ്പെടുന്ന ഓരോ കാലഘട്ടങ്ങളാണ് സമയം. ആദ്യം അന്ത്യവും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഈ ആദ്യം അന്ത്യവും എഴുതപ്പെട്ട വചനം എങ്ങനെ? ആദ്യം അന്ത്യവും ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ത്യത്തെ യേശുവിൻ്റെ അന്ത്യം അതല്ല പറഞ്ഞത്. എഴുതപ്പെട്ട വചനങ്ങൾ മുഴുവൻ നിറവേറ്റപ്പെടുന്ന കാലഘട്ടങ്ങളുടെ സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ കാലഘട്ടങ്ങൾ മനസ്സിലാക്കുന്ന വചനങ്ങൾ ഓരോ കാലഘട്ടം ഓരോരോ വചനങ്ങളാണ്. ഇത് നമുക്കറിയില്ല. ഈ അന്തിമ കാലത്തുള്ള വചനങ്ങൾ ഒരുപാടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ സുവിശേഷ പ്രസംഗത്തിലൊക്കെ ഉള്ളത് നമ്മളിപ്പം ഹോട്ടലിൻ്റെ പേരിലും ഇവിടെയൊക്കെ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതെ, ഇപ്പോൾ 3 ദിവസം മുമ്പ് ഞങ്ങളുടെ ഇടവക ധ്യാനം കഴിഞ്ഞുള്ളൂ. ഒരു ഞങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ ധ്യാനങ്ങളുണ്ട്. കല്ലറ്റിങ്ങര ഇടവക എല്ലാ ഇടവകയിലും ഉണ്ട്. അച്ഛൻ്റെ പേര്? എൻ്റെ സാബു. എൻ്റെ പേര് കല്ലറ്റിങ്ങര. നമുക്ക് കടയുണ്ട്, ഹെലിനി ബേക്കറി ഉണ്ട് കല്ലറ്റിങ്ങര. ഇപ്പോൾ 2 ദിവസം നിർത്തി വെച്ചേക്കാം. ശരി. അപ്പോൾ അങ്ങനെ ഒരു സമയത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത്. അതായത് ഇപ്പം ബൈബിളുണ്ട്, എടുക്കാം. ബൈബിളിൻ്റെ സമയം 2 മിനിറ്റ് ബൈബിളിലൂടെ പോകാം. അതിനകത്ത് 2 കൊറിന്തോസ് 6:2 വായിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു സഭാപ്രസംഗ സമയത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. ഇതിൻ്റെ സമയത്തെക്കുറിച്ചൊന്ന് നോക്കാം. 2 സമയങ്ങൾ കണ്ടുപോകാം. 2 കൊരിന്തോസ് 6:2. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞ ദിവസമുണ്ട്. ദൈവം പറഞ്ഞ അടിസ്ഥാനത്തിലാണ് രക്ഷയുടെ ദിവസത്തിൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. രക്ഷ എന്ന് പറയുന്നത് യേശുവിന്റെ രക്ഷയെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്? അപ്പൊ ശിക്ഷിക്കപ്പെട്ട മനുഷ്യനെ രക്ഷ ആവശ്യമുള്ളൂ. അല്ല, എനിക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അവിടുന്ന് അരുളി ചെയ്തു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസം എന്ന് പറയുന്നത് യേശു ക്രൂശി പൂർത്തീകരിച്ച രക്ഷയെ കുറിച്ചല്ലേ പറയുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ശിക്ഷിക്കപ്പെട്ട മനുഷ്യനെ രക്ഷ ആവശ്യമുള്ളൂ. അപ്പോൾ ശിക്ഷ എന്താണ്? തോട്ടത്തിലെ ശിക്ഷയാണോ ഉദ്ദേശിക്കുന്നത്? ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിട്ട് ശിക്ഷ എന്താണ്? ദൈവം മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ എന്താ? പാപം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായം ശിക്ഷയാണ് എനിക്കറിയാം. കൂടുതൽ വചനം അറിയാം. അപ്പം നമുക്ക് അതാ നല്ലത്. അറിയത്തില്ലാത്തൊരു വചനം പറഞ്ഞ് മാറുന്നല്ല, അറിയാവുന്നവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, പറയുന്നവനും അറിയും, കേൾക്കുന്നവനും അറിയും. അപ്പം മരണമാണ് നമുക്ക് ദൈവം തന്ന ശിക്ഷ. പാവം ചെയ്യുന്നു മരിക്കും. ആദത്തിന്റെ അതോടുകൂടി ശിക്ഷ മരണം എന്ന മുഖം, അല്ലേ? മരണം എന്ന മുഖം നമ്മൾ വെച്ചിരിക്കുകയാണ്. മരിക്കാത്ത ജനം ഉണ്ടാകുന്നില്ല. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ അന്തിമകാലത്ത് മരിക്കില്ലാത്ത ജനമുണ്ട്. അവസാനം മരിക്കില്ല. വചനം ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാം എടുക്കുന്നില്ല. അപ്പം മരിക്കില്ലാത്ത ജനമുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു അല്ലാതെ നമുക്ക് പിന്നെ പറയാം, പിന്നെ എടുക്കാം. ഒന്നല്ല, 9000 വചനമുണ്ട് ഇവിടെ. അതിപ്പോ നമുക്ക് എടുക്കണം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവൻ എന്നേക്കും ചെയ്യും. ഉയർക്കുന്ന വേറെ ഇപ്പൊ തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എഴുന്നേറ്റ് വരാൻ സമയം നമ്മൾ കാണാൻ പോവാം. ഇത് വിശ്വാസം വചനത്തിൽ നിന്ന് ഉറപ്പിക്കാനാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം. എഴുതപ്പെട്ട വചനങ്ങളൊക്കെ നിറവേറപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിട്ട് നമുക്കൊന്നുകൊണ്ട് കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ വചനത്തിലേക്ക് നമ്മൾ തുടങ്ങുക. അപ്പോൾ ഈ സമയം സ്വീകാര്യമായ സമയത്ത് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ പ്രാർത്ഥനയും കേട്ടു, അല്ലേ? അപ്പം അങ്ങനെ സമയം ഒരു കാലം ഒരു ദിവസം ഉണ്ടെന്നും മനസ്സിലായില്ല. എനിക്കെപ്പോഴും കൺഫ്യൂഷനാണ് അതിനെ കാര്യം. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ ബൈബിള് വായിച്ചിട്ട് കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ രക്ഷയുടെ ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ യേശു കാൽവരിയിൽ ആ രക്ഷയുടെ ദിവസം പൂർത്തിയാക്കി. ഇനി യേശുവിൽ അന്ന് മുതലിപ്പോൾ എനിക്ക് തോന്നുന്നു
മത്തായി സുവിശേഷത്തിൽ രക്ഷ ക്രിസ്തുവിലായി കഴിഞ്ഞല്ലോ. അപ്പൊ ആ രക്ഷ ഇനി അന്ന് മുതൽ ഇന്ന് വരെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതാണല്ലോ ക്രിസ്തീയ സമൂഹം മുഴുവൻ. നമ്മൾ ഓരോരുത്തരും ആ രക്ഷയിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുക്കും. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുക. ആ തെരഞ്ഞെടുപ്പാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യും. അത് പ്രഘോഷിച്ച് ചെയ്യണം. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞൊരു ഭാവമുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ചേട്ടൻ നേരത്തെ പറഞ്ഞ സ്ഥാനത്തിൽ അവസാന കാലത്തെ രക്ഷ എന്ന് പറയുന്നത് എനിക്കത് ക്ലിയർ ആണ്. 1 പത്രോസ് 1:5 ലോകാവസാനത്ത് തന്നെ പറഞ്ഞതിന് തെറ്റില്ല. ലോകം അവസാനിക്ക് പരീക്ഷയുണ്ട്. അന്നേരം മരിക്കാനാത്ത യേശു ജീവിച്ചിരിക്കുന്നവർ കുറേ പേരുണ്ട്. 1 പത്രോസ് 1:5 അവസാന കാലത്ത് വെളിപ്പെടാനായി അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി രക്ഷയാണ് പ്രഘോഷിക്കപ്പെടുന്നത്. വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. സംശയം വീണ്ടും കൂടുകയാണ്. ഇല്ല, വിശ്വാസം വഴി നമ്മൾ നമ്മുടെ സഭയെ കാത്തിരിക്കുന്നു. ഇത് പത്രോസ് എഴുതിയ ലേഖനം 2000 വർഷം മുമ്പ് എഴുതിയതാണ്. എനിക്ക് ബൈബിളിനെ പറ്റി കണ്ടമാനൊന്നും അറിയത്തില്ല. 2000 വർഷം മുമ്പ് എഴുതിയതാണ് പത്രോസിന്റെ ലേഖനമാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയ പരീക്ഷണങ്ങൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി വീണ്ടും വരുന്ന ഒരു രക്ഷയാണെന്ന് ഇവിടെ കാണുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്നെ കാര്യാഗ്രഹത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം, അതായത് യേശുവിന്റെ 2ാം വരവിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ടെങ്കിലും രക്ഷ എന്ന് പറയുന്നത് ഇനി അവസാന കാലം എന്നുള്ളത് എനിക്ക് അത്യാവശ്യം ബൈബിൾ അറിയാം. അല്ല, അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു നോക്കട്ടെ. പറയുന്നത് ഗലാത്യ 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. കാലസമ്പൂർണ്ണത അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. ഇതെപ്പോഴാണെന്ന് പറഞ്ഞാൽ നിയമത്തിന് അധീനനായി ജനിച്ചു. ഇതെപ്പോഴാണ് ഈ വാക്യം? 4:4 എന്നാൽ കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മൾ പുത്രനായി ദത്തെടുക്കേണ്ടിയിരുന്നു. അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ഇത് തന്നെ ഞങ്ങൾ പറയുന്നത്. ഇതെപ്പോഴാണ്? ഈ അവസാന കാലഘട്ടത്തിലാണ്. ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, എനിക്ക് പറഞ്ഞേ നമ്മുടെ ആശയം, നമ്മുടെ ഒരു പാക്കേജ് പഠിച്ചിട്ടാണല്ലോ നമ്മൾ വരുന്നത്. എനിക്ക് നിങ്ങളുടെ ആശയം അറിയാം, ബ്രദർ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാം, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതോടെ ചോദിച്ചത്. തൊടുപുഴയാണ് കല്ലേറ്റിങ്കര താമസിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ക്ലിയർ ആണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ വചനം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വചനമുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഏത് സമയത്താണ്? ഒന്ന് കേട്ടു. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു, മൊത്തം കേട്ടിട്ടില്ല. പറഞ്ഞു, ഞാൻ മുഴുവൻ കേൾക്കാം. മൊത്തം കേട്ടില്ല. ഞങ്ങൾ ആ പാക്കേജ് നിങ്ങൾ അറിഞ്ഞ ഇതൊക്കെ നമ്മൾ പറയേണ്ട വചന. ഇതെപ്പോഴാന്ന് പറഞ്ഞത്? അതെ, ഇപ്പൊ പറയാനേ വന്നേ. ഇതെപ്പോഴാന്ന് പറഞ്ഞത്? കേൾക്കാൻ തയ്യാറായി ഇപ്പൊ പറയോ? അതായത് ഇവിടെ സഭാപ്രസംഗൻ 49 അപ്പൊ അങ്ങനെ ഒരു പാക്കേജ് പോലെ പോയെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. പ്രഭാഷകനോ സഭാപ്രസംഗം ഏതാണ്? പ്രഭാഷകൻ 49. പ്രഭാഷകൻ 49:10 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്നും പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും. മതി, അത്ര മതി. അപ്പൊ ഇതിനകത്ത് യാക്കോബ് 2:14 പറഞ്ഞേക്കുന്നത് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസത്തിന്റെ പ്രവൃത്തി നിന്നിൽ നിന്നില്ല എങ്കിൽ നീ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്താണ് പ്രവൃത്തി നടന്നാൽ മതി. നമ്മൾ പ്രവൃത്തി 10 കൽപ്പനകൾ അനുസരിക്കുന്നതല്ല, കുറെ നന്മ ചെയ്യുന്നതല്ല. ഇതല്ല പ്രവൃത്തിയായിട്ട് ദൈവം ബൈബിളിൽ കാണിക്കുന്നത്. ഞങ്ങൾക്ക് തോന്നുന്നത് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നിൻ്റെ ഒരേ ഒരു കുഞ്ഞിനെ ഇസഹാക്കിനെ കൊണ്ട് എനിക്ക് ബലിയാക്കാം. ബലിയാക്കാനായിട്ട് മലയിൽ കയറി കത്തിയെടുത്ത് കുത്തുന്നത് അബ്രാഹം കുഞ്ഞിൻ്റെ മേൽ കത്തി വെക്കരുത്, നിൻ്റെ വിശ്വാസത്തിൻ്റെ നീ വിശ്വസിച്ചതിന് പേരും നിൻ്റെ
ബലി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ബലി ചെയ്യണ്ട, നീ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിന്റെ ബലി ഞാൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ വാക്കാ വിശ്വസിച്ചത്. ആ വാക്കുകളെ വചനം ആദ്യം അന്ത്യം വരുന്നത്. അപ്പം ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ പ്രവൃത്തി എന്ന് എഴുതപ്പെട്ട വചനം വിശ്വസിക്കുന്നു. ഇപ്പം ഈ വചനമൊന്നും നമ്മുടെ സർക്കാർ അംഗീകരിക്കുന്നില്ല. ഇപ്പം ഈ വചനം 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ ജീവൻ പ്രാപിച്ച് ഇവിടെ വരണം. ഈ വചനം സഭക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം സഭയാണ് ഈ വചനം പ്രഘോഷിക്കുകയും സഭയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന TOC ബൈബിളാണല്ലോ, ഈ ബൈബിൾ പോലും നമുക്ക് പ്രിന്റ് ചെയ്ത് തരുന്ന സഭയാണ്. അപ്പോൾ സഭ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനിവിടെ ചോദിച്ച ചോദ്യത്തിലൂടെ കിടക്കുകയാണ്. ഗലാത്യ 4:4 ഞാൻ 1 പത്രോസ് 1:5 പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഗലാത്യ 4:4 പറഞ്ഞ സമയത്തേക്ക് വരുന്നത്. ഇത് നമ്മൾ 12 പ്രവാചകന്മാരുടെ രണ്ടാമത്തെ യേശുക്രിസ്തുവിന്റെ വരവ് തന്നെ ഞാൻ പറയണേ. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്നും പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. അതായത് 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്നും പുനർജീവിക്കട്ടെ. അപ്പൊ ഇനി ഇത് പുനർജീവിക്കുന്നതാണോ പറയുന്നത്? അല്ല, ആ വന്ന ആളെ പറ്റി ഒന്ന് പറയാനാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ആള് പ്രവാചകനാണെന്ന് നമ്മൾ കേൾക്കാം, നമ്മൾ സംസാരിക്കാൻ അനുവദിച്ചാൽ മതി. 12 പ്രവാചകന്മാര് വരുമെന്ന് നമ്മൾ കാണുക. ഇല്ല, അതിലില്ല, അങ്ങനെ ഒരു ആശയം അതിനകത്തില്ല. അത് നിങ്ങൾ പറഞ്ഞൊപ്പിക്കുന്നതാണ്. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെട്ട് മഹത്വം എസെക്കിയേൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു, നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. സാഹചര്യത്തിൽ അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കും വേണ്ടി 12 പ്രവാചകന്മാർ വീണ്ടും വരുന്നതായിട്ട് കാണുന്നു. സാഹചര്യത്തിൽ നിന്നും അവിടെ എഴുതപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ എങ്ങനെ എടുത്തെടുക്കും? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം നമ്മൾ അവിടെ നിന്ന് മാറ്റി ഇത്ര എടുക്കുന്നുള്ളൂ. 12 പ്രവാചകന്മാരെ അസ്ഥികൾ ആ ഒരു വചനത്തെ മാത്രം ചെറിപ്പിക്കരുത്, അതിനെ മാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് പോരും. എടുക്കണം, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ ജീവൻ കുടീരങ്ങളിൽ നിന്ന് ജീവൻ പ്രാപിച്ച് പുറത്തു വന്നു അല്ലേ? എന്താണ് ആ വചനത്തിന്റെ ആശയം എന്നറിയണമെങ്കിൽ അതിന്റെ മുകളിലും താഴെയും വായിച്ച് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ യൂദാസ് പോയി തൂങ്ങിച്ചത്തു, വചനമാണല്ലോ, എഴുതപ്പെട്ട വചനമാണല്ലോ. യൂദാസ് പോയി തൂങ്ങിച്ചത്തു അല്ലേ, അവന്റെ ഉദരം പിളർന്നു. ഇത് നമ്മൾ അങ്ങനെ തന്നെ പിക്ക് ചെയ്തിട്ട് ഓക്കെ ഇത് ദൈവവചനമാണ്, ഇതെല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്, ഇത് ലോകം മുഴുവൻ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. എന്താണ് അവിടെ സാഹചര്യം? യൂദാസ് പാപം ചെയ്ത് ദൈവത്തെ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ മേശയിൽ തന്നെ കൈവച്ചു. അപ്പോൾ പിശാച് അവനിൽ പ്രവേശിച്ചു. ആ പിശാചിന്റെ പ്രവൃത്തി അവരെന്ത് ചെയ്തു? പോയി ആത്മഹത്യ ചെയ്തു. അതാണ് സംഭവിച്ചത്. അങ്ങനെ പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. അത് വിട് ഞാൻ പറഞ്ഞത് ഒരു വാക്കിനെ അടർത്തിയെടുക്കാൻ പാടില്ല. അപ്പൊ ബ്രദർ ഇപ്പോൾ എന്ത് ചെയ്തത്? നേരെ പ്രഭാഷണം. ഞാൻ ബ്രദർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ സഹോദരനല്ല. ഇല്ല, ഞങ്ങൾ ഈ വചനം പറയുന്നവര് ബന്ധുക്കോസുകാർ ഞങ്ങൾ ഈ ബ്രദർ ഇതൊക്കെ ക്രിസ്തുവിൽ നിങ്ങൾ നമ്മൾ സഹോദരങ്ങളല്ല. അടർത്തിയെടുത്ത് പറഞ്ഞ പോലെ ഈ മലയാളത്തിൽ സഹോദരൻ വെച്ചോണ്ടിരിക്കുന്നതന്നെ നമ്മൾ ബന്ധുക്കോസുകാരെയാണ്. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ കത്തോലിക്കനാണെന്നുള്ളത് ബ്രദറിന് ഈ വീട്ടിൽ വന്നപ്പോൾ മനസ്സിലായല്ലോ. അത് വായിച്ച ആരാന്നറിയാലോ. അവരെയാണ് ഈ കൂടുതൽ വചനങ്ങളൊക്കെ എഴുതി. അത് വിശ്വാസപ്രമാണോ അത് ആ എഴുതിയിരിക്കുന്നത്? സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായത്. ഇനി അതോട് നോക്കിക്കോ, ഒരു ബന്ധപുസ്തകക്കാരന്റെ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് പ്രിന്റ് ചെയ്ത് വെക്കില്ല. ഒരു ബന്ധപുസ്തകക്കാരന്റെ വീട്ടിൽ നന്മ പ്രിന്റ് ചെയ്ത് വെക്കില്ല. എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് മുഴുവൻ ബൈബിളുകളും ഇരിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കാൻ സമ്മതിക്കില്ല. ഇല്ല, അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ വചനം, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന 12 പ്രവാചകന്മാർ വീണ്ടും അപ്പുറം ഇപ്പൊ നമുക്ക് വേണ്ട. ഒരു ഫാക്ടറി അതിന്റെ അപ്പുറം ഇപ്പൊ നമുക്ക് വേണ്ട. ഈ പ്രവാചന ഭൂമി വരുമോ? പ്രവാചകൻ ഇനി വരില്ല. എന്തുകൊണ്ട്? 2 പ്രവാചകന്മാർ വരുന്നതിനെ കുറിച്ച് 12 പ്രവാചകന്മാർ അസ്ഥികൾ ജീവൻ പ്രാപിച്ചു. മരിച്ച് ഉണ്ടായിരുന്നവർ മരിച്ചിട്ടാണല്ലോ ജീവൻ പ്രാപിക്കുന്നത്. പിന്നെ അത് വ്യാഖ്യാനിക്കുന്നത് ഇപ്പൊ നിങ്ങളാ? അല്ല, എനിക്ക് തെറ്റായി വ്യാഖ്യാനിക്കും നിങ്ങളാ. അതല്ല, ഞാനതാ പറഞ്ഞു. മുകളിൽ വായിക്കണം. വായിക്കാതെ സെന്റൻസായി ഒരു സെന്റൻസായി ഒരു സംഭവമായി എന്നാണ് ഒരു സെന്റൻസായി ഒരു സംഭവം. ഓരോ കാര്യം എന്നാണ് ഈ ബൈബിള് ഇങ്ങനെ വാക്യങ്ങളായി തിരിച്ചതെന്ന് പറയാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. 10ാം നൂറ്റാണ്ടിലാണ്. അതായത് യേശുക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് ശേഷം, യേശുക്രിസ്തു മരിച്ച് ഉദ്ധാനം ചെയ്തതിന് 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ബ്രദർ പറഞ്ഞ പോലെ പ്രഭാഷകൻ 49:10 എന്ന ആശയത്തിലേക്ക് വന്നത്. 1000 വർഷം. ഇത് സംഭവം ശരിയാക്കുന്നതിലേക്ക് നമ്മൾ വരുന്ന ഒന്ന് ശാന്തമായി 12 പ്രവാചകന്മാർ അച്ഛൻ്റെയും പ്രവചിച്ചു കാരണം ഞാൻ പഠിക്കുന്നു. ഇനി നോക്കാം. വെളിപാട്
14:6 അപ്പം അത് അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനെ കണ്ണിക്കുന്നു ഈ വാക്കുകൊണ്ട് വായിക്കണം. 14:6 എടുക്കും. വചനം ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല. അതെനിക്കറിയില്ല. അതിനെപ്പറ്റി അങ്ങനെ മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കൽ. അപ്പം നമ്മൾ ഞാൻ വായിക്കാം. നമ്മൾ സുവിശേഷം കേട്ടവരാണ്. നിന്റെ വായിക്കുന്നത് അത് വലിയ ആക്ഷനാണ്. എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചെന്നു പറയാണ്ട് പഠിച്ചിട്ടില്ല. എഴുതാനും വായിക്കാനും അറിയത്തില്ല. ബൈബിളിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നവനെ എഴുതാനും വായിക്കാൻ അറിയത്തില്ല. അത് ഓക്കെ, അതൊക്കെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ബ്രദർ ബൈബിളാണ് സംസാരിക്കുന്നത്, ഞാൻ ബൈബിൾ വെച്ച് ചോദിച്ചു. തീർച്ചയായും അത് വേണ്ടത്. അത് വെച്ച് എനിക്ക് ഉത്തരം തന്നാൽ നമ്മൾ മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ നിർത്തും. പോവാൻ ഞാൻ അനുവദിക്കില്ല. അത്രേ ഉള്ളൂ. അടിക്കാതിരുന്നാൽ മതി. എന്റെ പൊന്നു അത് നടക്കില്ല. അടി എന്ന് പറയുന്നത് സാധനം കർത്താവ് വെളിപാട് 6 ഇതല്ലേ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. മധ്യ ആകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോട് സകല ജനങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം. നമ്മൾ സുവിശേഷം കേട്ടതാണ്. ഒരു മാറ്റമില്ലാത്ത പുതിയ സുവിശേഷം. നല്ല സൂചനം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയത്തല്ല ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇത് മാറ്റമില്ല. ഈ വചനം ചെന്ന് കണ്ടിക്കേണ്ട കാര്യമില്ല. അതേക്ക് പോണ്ട. അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും. എന്തെന്നാന്ന് പറഞ്ഞാൽ തീർന്നാവാക്ക് നിന്നു. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ഇത്ര മതി, നമുക്ക് ആവശ്യമുള്ള ഇത്ര മതി. ഞാൻ രാവിലേക്ക് ഞാൻ വായിച്ചിട്ടില്ല, കിട്ടുമല്ലോ എനിക്കറിയത്തില്ല. വിധിയുടെ സമയം വന്നു. ഈ സമയം അറിയിക്കാനാണ് ഞങ്ങൾ. ഈ വിധിയുടെ സമയം വന്നിട്ട് 2000 വർഷമായി. ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ വാദപ്രതിവാദം ഉണ്ടാകുന്നത്. വാദപ്രതിവാദം ഞാൻ ബൈബിൾ വെച്ച് പറഞ്ഞുതരാം. ഇതിനകത്ത് ആദ്യം ബ്രദറെ ഒരു കാര്യം മനസ്സിലാക്കുക. വെളിപ്പാട് പുസ്തകം ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒറ്റ വാക്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു സമയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒറ്റ വാക്യം പറഞ്ഞിട്ട് പറഞ്ഞു. ആ സമയത്തിന് വചനമായിട്ട് ഇതേപോലെ ഈ സമയത്തൊക്കെയുള്ള വചനം. ഇവിടെ 6 മുദ്രകൾ തുറക്കുന്നു. സംരക്ഷണ മുദ്ര, 7ാമത്തെ മുദ്ര, ധൂപകലശം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വചനം സമയത്തിന് മുമ്പുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന 14ാമത്തെ, അതായത് 2 ദൂതന്മാര് 2 സാക്ഷികൾ വരുന്നതിനെ കുറിച്ച് വചനത്തിലുണ്ട്. അതായത് മുകളിൽ നിന്ന് 2 പ്രവാചകന്മാര് സാക്ഷികൾ വരുന്നതിനെ കുറിച്ച്, അവരുടെ ജഡശരീരം ഇവിടെ ഭൂമിയിൽ കിടക്കുന്നതും ഈ കാര്യങ്ങൾ എല്ലാത്തിനും ശേഷം, ഇതിന് ശേഷം പിന്നെ ഈ പറയുന്ന വെളിപാട് 12 കിടക്കാനുണ്ട്. വെളിപാട് അതാണ് ഇവിടുത്തെ പ്രശ്നം. ആദ്യം ഇത് വരണം എന്നുള്ളതിന് എന്ത് വെച്ചിട്ട് തെളിവുണ്ട്. തെളിവ് ഞങ്ങൾക്ക് തരാനുണ്ടോ? വാക്യം കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകൻ വരണം. മധ്യ ആകാശത്തിൽ പറക്കുന്ന ഒരു ദൂതനെ കണ്ടെന്നാണ് പറയണത്. ആ ദൂതൻ ഭൂമിയോടും രാജ്യങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും എല്ലാം ഒരു സനാതന പുതിയ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ, ഈ യോഹന്നാൻ ആദ്യം വന്നതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഒരു പ്രവാചകനെ സാധനം ബൈബിളിൽ ഇല്ല. രണ്ടാമത് കുറെ 12 പ്രവാചകന്മാർ വരും, യോഹന്നാൻ വീണ്ടും വരും, ഏഷ്യ വീണ്ടും വന്നു പോയി എന്നൊക്കെ പറയുന്ന സാധനം ഇത് ബൈബിളുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒറ്റ വാദനം എടുത്തിട്ട് ഞാൻ എന്നോട് ചോദിച്ചു, ഗലാത്യ 4:4 എനിക്ക് ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങളുടെ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചാൽ അവിടെ നിൽക്കുക. ഈ വചനം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകൂല. ഇടയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് ഉത്തരം എനിക്ക് തരാൻ പറ്റില്ല. നമ്മൾ എവിടെയാണെന്നറിയാം ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നറിയാം. ബൈബിൾ ഒരു വാക്യം എടുത്തിട്ട് അനാവശ്യമായി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചെറി പിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അബദ്ധമാണ്. അതാണ് ഇപ്പൊ ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം ഏത് സാഹചര്യത്തിൽ നടക്കുന്നതാണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ വ്യക്തമാണ്. പക്ഷെ അത് ഇപ്പൊ ബ്രദർ പറഞ്ഞ ഈ ആശയത്തിലല്ല അത് കിടക്കുന്നത്. അവിടെയാണ് പ്രശ്നം. സാബു ചേട്ടൻ പറഞ്ഞ പോലെയല്ല കിടക്കുന്നത്. എനിക്ക് പ്രായമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ചോദിച്ചിട്ടേ, ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ സമയം, വിധിയുടെ സമയം. അപ്പൊ അന്തിമ നാളാ വിധി. ഈ അന്തിമ നാളെ എവിടെയാന്ന് എനിക്ക് പറഞ്ഞു തന്നത്. അതിനാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്. ഗലാത്യ 4:4 ഞാൻ ചോദിച്ചു നിർത്തിയിട്ടുണ്ട്. കേട്ടോ, മൊത്തം കേട്ടിട്ടുണ്ട്. അപ്പം ഈ വചനം ഞങ്ങളൊരു പ്രവാചകനെ കാണുന്നു. തെറ്റാണെന്ന് നമുക്ക് പിന്നെ കാണാം. ഇത്
അപ്പോൾ ഇത് ഒരു ഭാഷയോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാൻ ഒരു സനാതന മാറ്റമില്ലാത്തൊരു സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയും, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയമാണ് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പഠിച്ചതും കണ്ടതും അങ്ങനെ തന്നെ. ഇതിന് വേറെ വ്യാഖ്യാനം എനിക്കറിയില്ല. ഇനി കേട്ടോ, ഇതൊരു പ്രവാചകനാണെന്ന് പറയാൻ കാരണം ഇനി നമുക്ക് ഈ ദാനിയേൽ 12 യുഗാന്ത്യത്തെ പറ്റി നമുക്ക് എടുക്കാം. 12 ഒന്നോട്ട് വേണേൽ എടുക്കാമെങ്കിൽ എന്നാ കേൾവിയുടെ വിശ്വാസം ഉണ്ടാകുന്നത്. അത് നമുക്ക് 8 തൊട്ട് നോക്കി അതെടുക്കാൻ സമയമില്ലാത്തതിൻ്റെ പറ്റി. അപ്പം ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭു ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണ്? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിൻ്റെ വഴിക്ക് പോകുക. ഈ വചനം അവസാന ദിവസം വരെ അടച്ച് മുദ്ര വെച്ച. അപ്പോൾ ഈ മുദ്ര വചനം പൊട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വെളിപാട് 14:6 ദൂതൻ വന്ന് പറയുന്നത്. മധ്യ ആയുസ് പറയുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ സമയമായി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ യേശുക്രിസ്തുവിൻ്റെ വരവിനെയാണ് പറയുന്നത്. രണ്ടാമത്തെ യേശുക്രിസ്തു പറയണമെങ്കിൽ 85,000 വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. 1-2 വചനങ്ങൾ. ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ഒരു വചനത്തെ കാണിച്ചിട്ടുണ്ടോ? 16 വചനം പുറത്ത് നമ്മുടെ സഭയുടെ വെളി നടക്കേണ്ട. ഈ ബൈബിളിലെ എല്ലാ വചനം എടുത്തു അതിനെ ഞാൻ ഈ ബൈബിളിലെ ഏത് വചനം എടുത്തു വെച്ചാലും തയ്യാറാണ്. പക്ഷേ ബൈബിൾ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് മറുപടി പറയണം. അതിനകത്ത് പോയിട്ട് സഭയുടെ വെളിയിൽ നടക്കേണ്ട 16 കണക്കിന് വചനം ഒന്ന് കേൾക്കണം. കുറച്ച് നമ്മൾ ഓരോ വചനം കേൾക്കുമ്പോഴേക്ക് തടസ്സം ചെയ്യരുത്. കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ഫാക്ടർ, അതായത് ഈ വചനത്തിനെ വളയ്ക്കുമ്പോഴാണ് ഞാൻ ഇത് കേട്ടോ ഇതിനകത്തും എനിക്ക് എതിരഭിപ്രായമുണ്ട്. അത് ചോദിക്കാവുള്ളൂ. ഇപ്പൊ ചോദിച്ചാൽ വിട്ടുപോകും, എനിക്കറിയത്തില്ല. അപ്പൊ ഇത് നോക്കിയേ. അപ്പം ഞാൻ കേട്ടെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭു ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണ്? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിവസം വരെ അടച്ച് മുദ്ര വെച്ചെന്ന് എന്ന് പറയുന്നു. അതായത് ദാനിയേൽ എന്ന് പറഞ്ഞാൽ 12 പ്രവാചകന്മാരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവാചകനായി നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ദൈവം ദാനിയേൽ പ്രവാചകൻ ദർശനം വഴി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സഭയെ കേട്ടിട്ടുണ്ട്, ഒരു 2-3 പ്രാവശ്യം ഈ ദർശനങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദർശനങ്ങൾ കണ്ട് ബോധം കെട്ട് പോകണ. അതിലേക്ക് ഞാൻ ഒന്നും വിവരിക്കാൻ പറയുന്നില്ല. ബോധം കെട്ട് പോകണ്ട. അവനെ വിളിച്ചേൽപ്പിച്ച് വീണ്ടും അവനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, പ്രഭു ഇതിൻ്റെ പൊരുൾ എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്നേരം ഇവൻ പറയണ കാര്യമാണ്, ദാനിയേൽ നീ അറിയേണ്ട കാര്യമല്ല. നീ അറിയേണ്ട കാര്യം നീ കണ്ടെന്ന് കേട്ട് ഈ ഗ്രന്ഥത്തിൽ എഴുതി മുദ്ര വയ്ക്കുക. മുദ്ര വചനം പരിശുദ്ധാത്മാവ് പൊട്ടിക്കണം. അത് ലോകാവസാനത്തിൽ പൊട്ടിക്കണം. പൊട്ടിക്കണമെങ്കിൽ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവനെ വെളിപ്പെടുത്തും. അതാണ് നമ്മൾ വെളിപാട് 14 കാണുന്നത്. മധ്യ ആകാശത്തിൽ പറക്കുന്ന ഒരു ദൂതനെ ഞങ്ങൾ എനിക്ക് അയ്യോ അങ്ങനെ ചോദിക്കില്ലേ, എനിക്കറിയില്ല. വെളിപാട് പുസ്തകം യോഹന്നാന് കൊടുത്ത വെളിപാട് യോഹന്നാന് കൊടുത്തു. അപ്പൊ യോഹന്നാൻ ഈ മുദ്രയൊക്കെ പൊട്ടിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ മുദ്ര വെച്ചാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ മുദ്ര വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ മുദ്ര പൊട്ടിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അല്ല, അത് നമ്മുടെ സമയമാകുമ്പോ അല്ലേ? യോഹന്നാൻ മുദ്ര വെച്ചിട്ടാണ്. യോഹന്നാൻ അത് മുദ്ര വെച്ചാണ് ചോദിച്ചത്. യോഹന്നാൻ ഇപ്പോഴും അത് മുദ്ര വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതെയോ? അല്ല, ഇപ്പോഴല്ലേ അറിയണേ, അന്തിമതാണല്ലേ. അല്ല, അത് യോഹന്നാൻ എപ്പോ പൊട്ടിച്ചു? യോഹന്നാനല്ലോ. ഞാൻ അവസാന കാലത്ത് ഇപ്പൊ ഇതൊക്കെ ബ്രദറെ ഈ പോകുന്ന എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ ഒറ്റ വചനം ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഗലാത്യ 4:4 അവസാന കാലത്ത് എപ്പോഴാണ്? അതിലേക്ക് വന്ന ഈ അനാവശ്യമായ ടോക്കുകൾ ഒഴിവാക്കാം. ഇല്ല, അത് നേരിട്ട് വന്നാൽ മനസ്സിലാവില്ല. ഈ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 34:16 പോകാം. അപ്പൊ നമുക്ക് കാണണ്ടേ, അപ്പൊ മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്ന് പറഞ്ഞ സമയം 2000 വർഷം മുമ്പ് ഇല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞ സമയമാണ്. അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് അത് അപ്പസ്തോലൻ എഴുതിയത് ഇപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്, റൈറ്റ് നൗ എന്നാണ് കിടക്കുന്നത്. ഹീബ്രുവിൽ അല്ല ഗ്രീക്കിൽ പോയി നോക്കുക. ഇപ്പോൾ എന്ന് അപ്പസ്തോലൻ പറഞ്ഞാൽ അത് അപ്പോഴാണ്. അല്ലാതെ അപ്പസ്തോലൻ നുണ പറയുന്നത്. യേശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന പൊന്നാറ സാറ് നുണ പറഞ്ഞിട്ടുണ്ടോ? അല്ല. പക്ഷെ അപ്പസ്തോലൻ നുണ പറയത്തില്ല. ഇപ്പോൾ എന്ന് എഴുതിയാൽ ഇപ്പോൾ അപ്പസ്തോലൻ എഴുതിയ കാലം തുടങ്ങി പൊട്ടിച്ചു കഴിഞ്ഞു. അല്ല, അവരോടും വരാൻ പറഞ്ഞു, വഴി പറഞ്ഞു കൊടുക്കും.
ഇത് ഏത് വഴിക്ക് പോയാലും വിടൂല. വീടും നമ്മുടെ സഭയുടെ വെളി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളുണ്ട്. സാവിച്ചേട്ടൻ എത്ര ശ്രമിച്ചാലും ഇല്ല, ഈ വണ്ടി ഇവിടെ ഓടാത്ത സ്ഥലം. ആയിക്കോട്ടെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആയിക്കോട്ടെ. ഇത് യശയ്യാ കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു ഇവയിലൊന്നും കാണാതിരിക്കത്തില്ല എല്ലാ ഇണവചനങ്ങളും. അപ്പൊ ഞങ്ങൾ ഈ ഇണവചനങ്ങളാണ് കൂട്ടി ചോദിക്കുന്നത്. ഈ ഇണവചനം ആരാ കൂട്ടുന്നത്? പരിശുദ്ധാത്മാവ് ഇണവചനം കൂട്ടാം. അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിൾ എടുത്തു, ഒരു വാക്യം വായിച്ചു, അവൻ പോയി കെട്ടിയാണ് എടുത്തു, അവൻ പോയി കെട്ടി തൂക്കി ചത്തു. ഇപ്പുറത്തെടുത്തു, നീയും പോയി അതുപോലെ ചെയ്യുക. ഇത് രണ്ടും കൂടി കൂട്ടി ചോദിപ്പിച്ച് അങ്ങനെ ഇരിക്കും. അവൻ പോയി കെട്ടി തൂങ്ങി ചത്തു, യൂദാസ്. ഇത് വായിച്ചു. തൊട്ടിപ്പുറത്ത് സാബിച്ചേട്ടൻ വായിക്കുകയാണ്, നീയും പോയി അതുപോലെ ചെയ്യുക. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എങ്ങനെ ഇരിക്കും? ഈ ആശയം ഇത് മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം എഴുതുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്കുകൾ മലയാളത്തിലല്ല ഈ ബൈബിൾ എഴുതപ്പെട്ടത്. ഒന്ന്, നമ്മൾ ഇന്ന് കാണുന്ന POC ബൈബിൾ മലയാളത്തിൽ എഴുതിയിട്ടില്ല. മലയാളത്തിലല്ല ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വാക്കിനെടുത്തിട്ട് ഇതിന്റെ ആശയം ഇതാണെന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം അതിന്റെ മൂലഗ്രന്ഥത്തിൽ എന്ത് വാക്കാണ് കൊടുത്തിരിക്കുന്നത്, എന്തർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്. ഇപ്പം സാബുചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയി തൃശ്ശൂർ. ബോബി ചെമ്മണ്ണൂരിന്റെ മോളുടെ കല്യാണത്തിന് പോയി. ഞാൻ സാബുചേട്ടനോട് ചോദിക്കണം, സാബുചേട്ടൻ കല്യാണം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ സാബുചേട്ടൻ എന്തായിരിക്കും, ബോബി ചെമ്മണ്ണൂർ വലിയ പണക്കാരനാണല്ലോ, എങ്ങനെയായിരിക്കും കല്യാണം എങ്ങനെ ഉണ്ടാവും? അത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആരെ പക്ഷം പിടിക്കാൻ തന്നെ കല്യാണം നല്ലതെന്ന് പറയും. ചിലപ്പോൾ നല്ലതെന്ന് പറയും, ചിലപ്പോൾ അതിഗംഭീരമാണെന്ന് പറയും, ചിലപ്പോൾ പറയും ഭീകരമായിരുന്നു, ഭയങ്കര കല്യാണമായിരുന്നു, അല്ലേ? ഇതെല്ലാം ഒരർത്ഥം ഉദ്ദേശിക്കുന്നത് അല്ല. മിക്കവാറും എല്ലാവരും പറയുന്നത് അല്ല, അതിഗംഭീരമാണെന്നോ പോയിട്ട് അവന് വരുന്ന അർത്ഥം. അതേ ഞാൻ പറഞ്ഞു, അതിഗംഭീരെന്നോ ഗംഭീരെന്നോ ഭയങ്കരെന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്കൊറ്റ അർത്ഥമേ ഉള്ളൂ, കൊള്ളാം, നന്നായി, അല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ ഒരു 20-30 വർഷം മുമ്പ് ഭയങ്കരം എന്ന് പറയുന്ന വാക്കിന് ഒറ്റ അർത്ഥമേ ഉണ്ടാവുള്ളൂ, ഭയാനകം എന്നർത്ഥമായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിച്ച് ഈ ഭാഷ മാറി. ഭയങ്കരം എന്ന് പറഞ്ഞാൽ നല്ലതായി മാറി എന്ന് പറയുന്ന പോലെ 2000 വർഷം മുമ്പ് ഗ്രീക്കിൽ അത് എന്ത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ വാക്കിന്റെ അർത്ഥ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, ആ വാക്ക് ബൈബിളിൽ എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്? ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞു തരട്ടെ, ഈ ആശയം തീരട്ടെ. ആ വാക്ക് ബൈബിളിൽ എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്? ആ ഉപയോഗിച്ചിരുന്നത് എല്ലായിടത്തും ഇതേ ആശയത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിനെ കണക്ട് ചെയ്യാൻ. അതാണ് ഞാൻ ചോദിച്ചത്. ഗലാത്യ 4:4 കിടക്കുന്ന വാക്യം ഏത് കാലത്തേക്കാണെന്ന് ചോദിച്ച ഗലാത്യ 4:11 തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതിലേക്കൊന്ന് വരാൻ സമ്മതിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട വചനം പരിശുദ്ധാത്മാവാണ്. ഈ ബൈബിൾ വചനം ഇണവചനം കൂട്ടി ഇത് പരിശുദ്ധാത്മാവ് കൂട്ടി യോജിപ്പിച്ച് തന്നെ ഇത് കിടക്കുന്നത്. വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിന്റെ യോജിപ്പിൽ ഈ വചനം വായിക്കാൻ പറ്റും. ഏത് വചനം ആ വചനത്തിന് പരിശുദ്ധാത്മാവ് എല്ലാ ജനങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ദാനിയേൽ പ്രവാചകൻ കൊടുക്കുന്ന കാര്യമില്ല. ദാനിയേലിന് മാത്രം ദർശനം കാണിച്ചു കൊടുക്കും. ദാനിയേലിന് കൊടുത്ത ദർശനം ദാനിയേൽ ലോക്ക് ചെയ്ത് വെച്ചു. ന്യൂ ടെസ്റ്റ്മെന്റിൽ റെവലേഷൻ എന്താണ്? ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നുണ്ട്. എടുത്ത് വായിക്കാം. ബ്രദർ പറയുന്നത് മാത്രം ഞാൻ വായിച്ചു പോകണ്ടല്ലോ. ഹെബ്രായ ലേഖനം 1:1. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ കാലഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ദാനിയേൽ വരുമില്ലേ? പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ദാനിയേൽ വരുമില്ലേ? എനിക്കറിയില്ല. അങ്ങനെയുള്ള വചനത്തെ നിരുത്സാഹപ്പെടുത്തി ദാനിയേൽ പ്രവാചകനാണോ? അതെ. അപ്പൊ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ രീതിയിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ദാനിയേൽ വഴി സംസാരിച്ച കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടല്ലോ, അല്ലേ? ഉറപ്പല്ലേ? അതിന്റെ ഉറപ്പല്ലേ? ഓക്കെ. എന്നാൽ ഈ അവസാന നാളുകളിൽ അത് നമ്മൾ പറയുന്ന വചനം എനിക്കറിയാം. ഞാൻ സിയോനിൽ വന്നിട്ടുള്ള ആളാണ്. ഓക്കെ. എന്നാൽ ഈ അവസാന നാളുകളിൽ അല്ല, ബ്രദർ തുടക്കം കത്തോലിക്കലാന്ന് പറഞ്ഞു വരുമ്പോഴും ഈ അഭ്യാസമൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. നമ്മൾ കത്തോലിക്കൽ തന്നെയാണ്. അല്ല, നിങ്ങൾ കത്തോലിക്കലായി യാതൊരു വിധ ബന്ധമില്ല. അത് ആദ്യം പറയണം. കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത 100% ശരിയല്ല. കത്തോലിക്ക എന്ന് പറയുന്നത് ഞാനിപ്പോ കത്തോലിക്ക സഭകളിൽ നടക്കുന്ന ഒരു സകലവിധ തിന്മകൾക്കെതിരെ നിൽക്കുന്ന ആളാണ്. അല്ലാതെ ഞാൻ അതിനെ പഠിക്കുന്ന ആളൊന്നുമില്ല. ഇത് വായിക്കുമ്പോ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. ഇതിന് ദാനിയേൽ ഉണ്ടെന്നുള്ള ഉറപ്പായി നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചതാ. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി
അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ അതായത് ക്രിസ്തുവേശു വഴി നമുക്ക് എന്ത് ചെയ്തു? പൂർണ്ണമായ വെളിപ്പാട് നൽകി എന്നുള്ളതാണ് അവിടെ കിടക്കുന്നത്. യേശു ക്രിസ്തു വഴി അവൻ വെളിപ്പെടുത്തി. യേശു വെളിപ്പെടുത്തതായിട്ട് ഇന്നൊന്നുമില്ല. പരിശുദ്ധാത്മാവിനാൽ അപ്പസ്തോലന്മാരുടെ പൂർണ്ണ വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാന നാളുകളിൽ, അതേ ഞാൻ പറഞ്ഞു, ഗലാത്യർ ലേഖനം 4:4 എപ്പോഴാണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. ഇത് ഇതുവരെയായിട്ട് തൊട്ടിട്ടില്ല. ഈ അവസാന നാളിൽ യേശുവായിട്ട് നമ്മൾ സംസാരിക്കണം. വേണ്ട, ഈ അവസാനം അത് അന്ന് കർത്താവ് സംസാരിച്ചു, ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് വന്ന യേശു ക്രിസ്തുവും ഇപ്പോൾ വരുന്ന യേശു ക്രിസ്തുവും ഒന്നായിട്ട് തന്നെ സ്ഥാപിക്കാൻ രണ്ടാമത് ശരീരത്തിൽ യേശു ക്രിസ്തു ശരീരത്തിൽ രണ്ടാമതൊരു വരവില്ല. ബൈബിൾ പ്രകാരം വരുമല്ലോ. ഇതൊന്ന് വെച്ചോ. ഇപ്പോൾ യേശു ക്രിസ്തുവായിട്ട് സംസാരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വായിക്കും, നിങ്ങൾ വായിക്കും. ഈ 1 പത്രോസ് വായിച്ചോ? 1 പത്രോസ് ഹെബ്രായർ അല്ല, ഇപ്പൊ 1 പത്രോസ് അല്ലേ? 1 പത്രോസ് നിങ്ങൾ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പാസ്റ്റ് ടെൻസ്, സംസാരിച്ചിരിക്കുന്നു. ഇനി സംസാരിക്കുന്നു അല്ല പറഞ്ഞിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നു. സ്റ്റിൽ അത് കഴിഞ്ഞ കാര്യം ഹെബ്രായ ലേഖനം എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ബ്രദർ എപ്പോഴും കൊണ്ടുപോകുന്നത് എന്താ പറയുമ്പോ അവസാന നാളുകളിൽ എന്ന് പറയുന്നത് 2000 വർഷമായിട്ട് അവസാന നാളുകളാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ അവസാന നാളുകളാണ്. ഗലാത്യ 4:4 എടുത്ത് വായിച്ചാൽ നിങ്ങൾ അത് കൺഫേം ആവും. ഇത് പ്രസന്റ് ടെൻസിലാണോ പാസ്റ്റ് ടെൻസിലാണോ ഫ്യൂച്ചർ ടെൻസിലാണോ? ഒരു സെക്കൻഡ് സിസ്റ്റർ എന്തായാലും ആ കാര്യം പറഞ്ഞപ്പോ, എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ? പറഞ്ഞു സിസ്റ്റർ അല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇനിയും വരാണ്ടെന്ന്. സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ഇനി രണ്ടാമത് യേശു ശരീരത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. എവിടെന്ന് വചനം വെക്കൂ? ഏത് 9? ഫെബ്രുവരി 9:28. അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു? ഇല്ലില്ല, എവിടെ വായിച്ചു? 6 ഏത് 9:28 അല്ല, പൂർണ്ണമായിട്ട് വായിക്കാം. അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പാപപരിഹാരാർത്ഥമല്ല. യേശു ശരീരത്തിൽ വന്നത് പാപപരിഹാരാർത്ഥമാണ്. ക്രിസ്തു യേശു ശരീരത്തിൽ വരേണ്ടി വന്നത് പാപപരിഹാരത്തിനാണ്. അവന്റെ ശരീരം ബലിയർപ്പിക്കപ്പെട്ടത് ഇതിന്റെ മുകളിൽ തന്നെ വായിച്ചോ, മുകളിലേക്ക് വായിച്ചോ. അതെ, ശരീരത്തിലാണ് വന്നത്. പിന്നെ എങ്ങനെയാ വന്നത്? ശരീരത്തിലാ വന്നത്? മനുഷ്യ ശരീരത്തിലാ വന്നത്? അല്ലല്ലോ, ആത്മാവാണ്. അതെ, മനുഷ്യ ശരീരത്തിലാ വന്നത്. യോഹന്നാന്റെ ലേഖനം, പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 4:1 മുതൽ വായിക്കുമ്പോൾ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയും. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം: യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം? യേശു ആദ്യം വന്നത് ശരീരത്തിലാണ്. അല്ല, വചനമായല്ലേ യേശു വന്നത്. ഇതാണ് നമ്മൾ അങ്ങോട്ട്. ഞാൻ മുകളിൽ വായിച്ച വാക്ക് ശ്രദ്ധിച്ചിരുന്നു ചേച്ചി? മുകളിൽ വായിച്ച വാക്ക് ആദ്യം ശ്രദ്ധിക്കുക. ആദ്യം ഒരു കാര്യം പറയാം. എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ സിയോനിൽ കിട്ടിയ ആ ഒരു സംഭവം വെച്ച് സംസാരിക്കാൻ വലിയ ഓടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തൊട്ട് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു: പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയുക. സിയോനിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണെന്ന് വിവേചിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണത്. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ലേഖനം എഴുതുന്നത് യോഹന്നാനാണ്. ലേഖനം യോഹന്നാൻ എഴുതുന്നത് യോഹന്നാൻ ജീവിച്ചിരിക്കുമ്പോൾ എഴുതുന്നതാണ്. യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നതിന്റെ കാരണം, അന്ന് യേശു വീണ്ടും ജനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല വ്യാജ പ്രവാചകന്മാരും തങ്ങളാണ് വ്യാജ പ്രവാചകന്മാർ എന്നുണ്ട്. ഇത് അപ്പസ്തോല പ്രവൃത്തിയിൽ ഗമാലിയേൽ കൃത്യമായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ഗമാലിയേൽ പറയുന്നത് ഇതിന് മുൻപും താൻ യേശു ആണെന്ന് മെസ്സിയാണെന്ന് പറഞ്ഞ് കുറെ പേര് വന്നു. ഇപ്പോഴും വന്നു. ഓക്കെ, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ വീണ്ടും വന്നു ഇതേപോലെ. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ യേശു ശരീരത്തിലാണോ വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോയിസ്റ്റിക് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ നോയിസ്റ്റിക് പ്രസ്ഥാനം പറഞ്ഞു, യേശു ശരീരത്തിലല്ല വന്നത്, നിങ്ങളിപ്പോൾ എംബറർ പറയുന്ന പോലെ യേശു ഒരു ആത്മാവിലാണ് വന്നതെന്ന് പറഞ്ഞു. യേശു ആത്മാവിലാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്: പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് പാസ്റ്റ് ടെൻസിലാണ്.
ഇപ്പോ, അതായത് യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതല്ലാതെ 2000 വർഷം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട കാര്യമല്ല അവിടെ പറഞ്ഞത്, അപ്പോഴേ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വചനം പറയാണ്, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം, യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. അതായത് 2000 വർഷം മുമ്പ് യേശു ശരീരം ധരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്ന നോയിസ്റ്റിക് പ്രസ്ഥാനങ്ങൾ ദൈവത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്നാണെന്നാണ് യോഹന്നാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് എംബർ പറയുന്നത്, 2000 വർഷം മുമ്പ് യേശു വന്നത് ശരീരത്തിലല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നോയിസ്റ്റിക് പ്രസ്ഥാനം എന്ത് പറഞ്ഞോ അവർ സാത്താനിൽ നിന്നാണെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു പൊന്നാറ സാറ് വന്നത് പിശാചിൽ നിന്നാണ്. സോ എന്തുകൊണ്ട് യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നത് പൊന്നാറയാണെങ്കിൽ ആ പൊന്നാറ പിശാചിൽ നിന്നാണെന്ന് ഞാനല്ല പറഞ്ഞത്, യോഹന്നാനാണ് പറഞ്ഞത്, അപ്പസ്തോലനായ യോഹന്നാൻ. ഈ വചനം നിങ്ങൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ബ്രദറിന്റെ ബൈബിൾ എങ്ങനെ തന്നെയാണെന്ന് വായിച്ചു നോക്കുക. അല്ല, ബ്രദറിന്റെ ബൈബിൾ എന്താണെന്ന് വായിച്ചു നോക്കുക. ഞാൻ എന്റെ ബൈബിൾ POC ആണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന POC ആണ്. ഈ POCയിൽ ഇരിക്കുന്ന 1 യോഹന്നാൻ 4:1 വാക്യം മുതൽ വായിക്കുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്, സംഭവിച്ച കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന കാര്യമല്ല, നടന്ന സംഭവമാണ് എഴുതിയിരിക്കുന്നത്. ആ നടന്ന സംഭവം വെച്ചിട്ട് വ്യാജ പ്രവാചകന്മാരോട് അറിയത്തില്ല. അല്ലല്ല അല്ല, പുള്ളി അവിടെ ബൈബിൾ പുള്ളി ധ്യാനം കൂടിയാണ്. അല്ല, ഇനി നടക്കാനുണ്ട്. ഞാൻ എന്താ പറഞ്ഞത് പാസ്റ്റ് ടെൻസിൽ എഴുതിയ കാര്യം പാസ്റ്റ് ടെൻസിൽ മനസ്സിലാക്കുക, ഫ്യൂച്ചർ ടെൻസിൽ ഇനി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഫ്യൂച്ചറിൽ മനസ്സിലാക്കുക, പ്രസന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സംഭവിച്ചതാണോ ഇല്ലേ? എനിക്കത് പറഞ്ഞത് യേശു ശരീരത്തിൽ ധരിച്ചു വന്നു ഇപ്പൊ 2000 വർഷം മുമ്പ് സംഭവിച്ചതാ. ഞങ്ങളാ യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്നത് അത് 2000 വർഷം മുമ്പ് സംഭവിച്ചതാണ്. ഈ വചനം ക്ലിയർ ചെയ്ത് തരും. അല്ല, 2000 വർഷം വചനമായിട്ട് 1 യോഹന്നാൻ 4:1-2 വാക്യങ്ങൾ. അതായത് ഈ വണ്ടി ഓടൂല എന്നുള്ളത് മനസ്സിലായ ഓടി രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ.